നമസ്കാരം. ഓർമ്മയിലെന്നും മാമുക്കോയ. ഒരു സിനിമാക്കാരൻ എന്ന തലക്കെട്ടിന് കീഴെ മലയാളി അനുവദിച്ചു കൊടുക്കുന്ന കുറേയേറെ സ്വാതന്ത്ര്യങ്ങളും സൗകര്യങ്ങളുമുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ് താനെന്ന് എല്ലാ ദിവസവും ഉറക്കെ പറഞ്ഞുകൊണ്ട് അനായാസമായ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ച മാമുക്കോയയെ കുറിച്ചുള്ള ഓർമ്മകൾ തുടരുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ മിമിക്രിക്ക് കൊച്ചി ഭാഷയും തിരുവനന്തപുരം ഭാഷയൊക്കെ ഇങ്ങനെ കൊടികുത്തി വാണിരുന്നൊരു കാലത്ത് വിനോദ് ഒരു സംഘവും വടക്കൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയും പിന്നീട് ഇവിടെ നർമ്മത്തിന് വീണ്ടും വടക്കൻ കേരളത്തിന്റെ ഒരു സൗന്ദര്യമൊക്കെ കൊടുത്തുള്ള ഒരാളാണ്. വിനോദിന് മാമുക്കോയനെ ഏതാണ്ട് ഏത് കാലം തൊട്ട് അറിയാം വിനോദ് ഭായി? 93 ദൂരദർശനിൽ ഞങ്ങളൊരു സീരിയൽ കുഞ്ഞാടുകൾ എന്നൊരു സീരിയൽ ചെയ്തിരുന്നു. ആ കുഞ്ഞാടുകൾ സീരിയലിൽ മാമുക്കയുടെ മോനായിട്ട് ഞാനാണ് അഭിനയിച്ചിരിക്കുന്നത്. ആഹാ. അപ്പൊ ലംബോ ഇറങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? അല്ല, 91-ലാണ്. 2 വർഷം കഴിഞ്ഞപ്പോ വിനോദ് അവിടെ ഉണ്ട്. 93-ലാണ് അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അപ്പൊ കുഞ്ഞാടുകൾ സീരിയലിലാണ് ആദ്യമായിട്ട് മാമുക്കയുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നത്. പക്ഷെ അതിനു മുമ്പൊക്കെ മാമുക്കയെ കുറിച്ച് അറിയും. കോഴിക്കോടിന്റെ കലാസാംസ്കാരിക മേഖലയിലൊക്കെ ഒരു നിറസാന്നിധ്യമായിരുന്നു മാമുക്ക. ഒരു കമേഡിയൻ ആണെങ്കിൽ പോലും വേദികളിൽ മാമുക്ക വന്നാൽ മാമുക്ക ഭയങ്കര സീരിയസ് ആണ്. ഞാനൊക്കെ പല വേദികളിൽ നിന്നും പോയി സംസാരിക്കുമ്പോൾ ഇതല്ലല്ലോ യഥാർത്ഥ മാമുക്ക നമ്മളിങ്ങനെ ചിന്തിക്കും. ശരിക്കും അതാണ് യഥാർത്ഥ മാമുക്ക, മറ്റേതാണല്ല. അല്ല, ജീവിതത്തിൽ അദ്ദേഹം നർമ്മമേ അങ്ങനെ സിനിമയിൽ മാത്രമേ ഉള്ളൂ നർമ്മം. അല്ല, പുള്ളി വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ റൂമിൽ വരുമ്പോഴത്തേക്ക് പുള്ളി സംസാരിക്കുന്ന കൂടുതലും ഈ സാഹിത്യകാരന്മാരുമായിട്ടുള്ള ബന്ധങ്ങളും കൂടുതലും ഈ ബേപ്പൂർ സുൽത്താൻ മുഹമ്മദ് ബഷീറിനെ കുറിച്ച്, തിക്കുടിയ മാഷിനെ കുറിച്ച് കൂടുതൽ പറയുമായിരുന്നു. കുഞ്ഞാണ്ടിയേട്ടൻ. പിന്നീട് പുള്ളി പറയുന്നത് നമ്മുടെ അന്യരുടെ ഭൂമി എടുത്ത നിലമ്പൂർ ബാലൻ. അന്യരുടെ ഭൂമി നാടകമായിട്ടുള്ള കണക്ഷൻ. നിലമ്പൂർ ബാലനൊക്കെ പണ്ട് ഒരുപാട് നാടകങ്ങളിലാണ്. ആദ്യത്തെ തട്ടകം നാടകമാണല്ലോ, നാടകത്തിലൂടെയാണല്ലോ. പിന്നെ അപ്പോൾ എനിക്ക് എൻ്റെ അവിടെ കോഴിക്കോടുള്ള ഒരു പരിചയത്തിൽ ശരിക്കും വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഒരുപാട് സാഹിത്യകാരന്മാരായിട്ട് മാമുക്കയ്ക്കുള്ളൊരു കണക്ഷൻ വന്നത്. പിന്നെ അത്ര വലിയൊരു വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും നല്ല അറിവായിരുന്നു നമുക്ക് ഏത് വിഷയത്തെക്കുറിച്ചും. പുസ്തകങ്ങൾ വായിച്ച രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. കാരണം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് വായിച്ചതെന്നല്ല, മറ്റുള്ള പുള്ളി എനിക്കൊരു അതായത് പുള്ളി എന്ന് പറഞ്ഞത് നമ്മൾ പല ദിവസങ്ങളെടുത്ത് വായിക്കുന്നതിനേക്കാളും ഉപരി നല്ല അറിവുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതാണ്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലേ, 4-5 ദിവസം കൊണ്ട് വായിച്ചു തീർക്കേണ്ട പുസ്തകം അറിവുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിന് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ ബ്രോക്കറായിട്ട് ഏതോ പടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ അദ്ദേഹത്തോട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റാത്തൊരു വിഷമം ഞാൻ തീർത്തത് മലയാള മനോരമയുടെ തപസ്യ എന്നൊരു സീരിയൽ ഞാൻ ചെയ്തിരുന്നു ദൂരദർശന് വേണ്ടിയിട്ട്, മനോരമ വിഷൻ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അതിൽ രവി മേനോന് 3 സഹോദരിമാരാണ്. അപ്പോൾ രവി മേനോൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഏത് നിമിഷവും മരണപ്പെടാമെന്ന ഒരു പുള്ളിക്ക് അറിയാവുന്ന ഒരു കഥാപാത്രമാണ്. അത് അറിഞ്ഞു വെച്ചും കൊണ്ട് മാമുക്ക ഒരു കഥാപാത്രമുണ്ട് ബ്രോക്കറായിട്ട്, പക്ഷെ സീരിയസ് ആണ്. അതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റ് 2-3 പടങ്ങളിൽ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാൻ ഒക്കാഞ്ഞത് സീരിയസ് ആയിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റി. കാരണം അതിൽ ഈ മറ്റ് 3 സഹോദരിമാരും ഇദ്ദേഹത്തിന് എതിർക്കും. കാരണം ഒരു മോഹനരാഗതരംഗം അതായത് പ്രതാപ എന്ന പ്രായമുള്ള ആളിനെ കൊണ്ട് 18 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്നതിൻ്റെ ഇദ്ദേഹമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉള്ളത് മറ്റ് പെൺകുട്ടികൾക്ക് ഇദ്ദേഹത്തോട് എതിർപ്പാണ്. നമ്മളും ഈ സിനിമാല എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്ന സമയത്ത് അതിന്റെ ഒരു 500 എപ്പിസോഡ് ആയപ്പോൾ എങ്ങനെ ഒരു മാറ്റർ വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഈ മാമുക്കോയനെ വിളിച്ചിട്ട് നമ്മൾ ഗഫൂർക്ക എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ചിട്ട് ഈ ടീം അംഗങ്ങളെ എല്ലാം കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ ഇറക്കി വിടുന്നു. പുള്ളി ദുബായി എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലാണ് അത് ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പം 3-4 ദിവസം അദ്ദേഹവുമായിട്ട് അതിന്റെ ഷൂട്ടിങ്ങിന് നിൽക്കുമ്പോഴും എല്ലാം ഈ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു സൗകര്യങ്ങളും നമുക്കുടെ പരിധികളിലും പരിമിതികളോടും പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒന്നിലും ഒരു പരിഭവമോ പരാതിയോ സാധാരണ മനുഷ്യൻ ആരെക്കുറിച്ചും ഒരു കുറ്റം പറയലില്ല. പിന്നെ സ്റ്റേജ് പരിപാടികൾ വിനോദമുണ്ടോ? ഗൾഫ് ഷോയിൽ 2-3 തവണ മാമുക്കയുടെ കൂടെ ഞാനും സുരഭിയും മാമുക്കയും കൂടെ ശ്രീനിവാസേട്ടനും എല്ലാം കൂടെ സുരാജ് എല്ലാം കൂടെ 2-3 ഷോ ഉണ്ടായിരുന്നു. സിദ്ദിഖ് സാർ എന്ന് ഡയറക്റ്റ് ചെയ്തിരുന്നത്. ആ ഷോയിലൊക്കെ ആ സമയത്താണ് ഞങ്ങൾ വല്ലാതെ അടുക്കുന്നത്. ഞങ്ങൾ കോഴിക്കോട്ടുകാരാന്നുള്ള, ഞാനും സുരഭിയും മാമുക്കയും ഞങ്ങൾ കോഴിക്കോട്ടുകാരാന്നുള്ള രീതിയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ മാമുക്ക മുണ്ട് മാത്രമേ ഉടുക്കുള്ളൂ. അപ്പോൾ ഒരിക്കൽ എയർപോർട്ടിൽ വെച്ചിട്ട് മാമുക്കയെ പിടിച്ചു, മാമുക്കയുടെ ബാഗ് പിടിച്ച്
അപ്പം ഞാനും സുരഭി അങ്ങോട്ട് കടന്നുപോയി. അപ്പോൾ മാമുക്ക അവിടുന്ന് ഡാ വിനോദേ എൻ്റെ ഇത് പിടിച്ചിടാന്നൊക്കെ പറയുന്നുണ്ട് അവിടുന്ന്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നോക്കുക. അങ്ങനെ മൂപ്പരോട് മാറിയിക്കാൻ പറഞ്ഞ് ബാഗ് തുറന്നു. ബാഗിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്ത് പുറത്തിട്ടു. എന്നിട്ട് പിന്നെ വീണ്ടും ഒന്നുമില്ലാന്ന് പറഞ്ഞ് മൂപ്പര് തന്നെ അകത്ത് ചോദിച്ചു. അവിടെ നിന്നൊക്കെ ദേഷ്യം പിടിച്ചിങ്ങോട്ട് വന്നിട്ട് മുണ്ടെടുത്താൽ ഇവർക്ക് കുഴപ്പമാ, പാൻറ്റിട്ട ഒരു കുഴപ്പമില്ല, മുണ്ടെടുത്താൽ കള്ളന്മാരാ ഇവർക്ക് എല്ലുമ്പോഴൊക്കെ ഏറെ പൊട്ടിത്തെറിയായിരുന്നാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ അദ്ദേഹം ടെലിവിഷൻ പരിപാടികളിൽ പങ്കെടുക്കുന്നത്, അതുപോലെ കോമഡി കാസറ്റുകൾ, ഗൾഫിലുള്ള ഷോകള്, ഇതിനെല്ലാം വരും. നമ്മൾ എന്ത് പരിപാടിക്ക് വിളിച്ചാലും അതിൻ്റെ ഒരു വലിപ്പച്ചെറുപ്പം നോക്കാതെ വരുന്ന ഒരാളാണ്. നമുക്ക് സംവിധായകൻ, അഭിനേതാവ് എന്നീ നിലകളിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ശ്രീകാന്ത് മുരളി ഇപ്പോൾ മാമുക്കോയക്കനെ ഓർക്കുന്നു. ചന്ദ്രലേഖ എന്ന സിനിമയാണ് ഞാൻ പ്രിയൻ സാറിൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മലയാള സിനിമ അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ അതിൽ മുതൽ മാമുക്കോയയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഞാൻ അവരിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, മാമുക്കോയയെ നമ്മൾ തമാശ പറയുന്ന, തമാശകൾ ചെയ്യുന്ന, കാലുവഴിക്ക് വീഴുന്ന ആളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക അപ്പിയറൻസും ഒക്കെയാണ് നമ്മളെപ്പോഴും ചിരിപ്പിക്കാറ്. അദ്ദേഹം പക്ഷേ അതിഗംഭീര, നല്ലപോലെ വായനയുണ്ടായിരുന്ന ആളായിരുന്നു. ആ കാലഘട്ടത്തിലെ എല്ലാ ആനുകാലികങ്ങളും സാഹിത്യ സൃഷ്ടികളും എല്ലാം വളരെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും പ്രഗത്ഭരായ പല സാഹിത്യകാരന്മാർക്കൊപ്പം യാത്ര ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതിനേക്കാളൊക്കെ ഉപരി എന്നെ അത്ഭുതപ്പെടുത്തിയത്, അല്ലെങ്കിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചത് MS ബാബുരാജ്, നമ്മൾ എല്ലാ കാലത്തും കൊണ്ടു നടക്കുന്ന ബാബു ഷാഹിർ എന്ന സംഗീത സംവിധായകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളായിരുന്നു മാമുക്കോയ. അദ്ദേഹത്തിൻ്റെ ഈവനിങ് മെഹഫിലുകളിലെല്ലാം പറ്റുമ്പോഴെല്ലാം കോഴിക്കോട്ട് അദ്ദേഹത്തിനൊപ്പം പോയിരുന്ന് പാട്ട് കേൾക്കുകയും പാട്ടിനെക്കുറിച്ച് പറയുകയും അത്യാവശ്യം നന്നായി പാടുകയും ചെയ്തിരുന്ന ആളാണ് മാമുക്കോയ. കോമഡി സിനിമകളിലൂടെ കൊമേഡിയനായിട്ടാണ് മാമുക്കോയെ ലോകം അറിഞ്ഞതെങ്കിലും മധുര നൊമ്പരക്കാറ്റ് പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭൗതികമായിട്ടുള്ള വിയോഗം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. തമാശകളും ഒക്കെയായി അദ്ദേഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഈ ഹ്യൂമറിലെ ഈ പ്രിയദർശൻ സാറിന്റെ സിനിമകൾ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അല്ലേ? ഇപ്പം ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒപ്പം എന്ന് പറയുന്ന ചിത്രത്തിലെ ചെമ്പൻ വിനോദമായിട്ടുള്ള സീന്, ബോഡി ആരാണ് ആദ്യം കണ്ടതെന്ന് പറയുന്നത് എന്ത് നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ വെട്ടം എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം, മേഘം എന്ന് പറയുന്ന സിനിമയിലെ കുറുപ്പ് എന്ന് പറയുന്ന ആള്, ചന്ദ്രലേഖയിലെ ബീരാൻ എന്ന് പറയുന്ന കഥാപാത്രം. ചന്ദ്രലേഖയിലൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പാവം തോന്നും ഇയാൾ ഹ്യൂമർ ചെയ്യുമ്പോഴും. ഇപ്പം റാംജി റാവിലെ ഹംസക്കോയ എന്ന് പറയുന്ന കഥാപാത്രം വന്ന് വളരെ സീരിയസ്, ഞാൻ വരും പക്ഷെ ഒരാളെയും കൂടെ ഞാൻ കൊണ്ടുവരും എന്റെ മയ്യത്തെടുക്കാൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്തോട്ട് വരുമ്പോഴേ ഒറ്റ കോസ്റ്റ്യൂമുള്ള ആ പടം മുഴുവൻ, എന്നാലും അത്ര ഗംഭീരമായിട്ടാണ് ആ കഥാപാത്രങ്ങളെല്ലാം ചെയ്തു വെച്ചത്. ഈ മാമുക്കയുടെ ഒരു ഹ്യൂമറിന്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ സാധാരണ ഈ തമാശ ചെയ്യുന്നവർക്ക് മിക്കവാറും എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു വിധേയത്വം കാണും. ഇപ്പോ ബഹദൂർക്കയുടെ കഥാപാത്രമായിരുന്നാലും അതുപോലെ പിന്നെ അതിനുശേഷം വന്ന് മിക്കവാറും അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു ഭയങ്കര പോയിന്റ് അല്ല, ഒരു വിധേയത്വമുണ്ട്. പക്ഷേ മാമുക്കയുടെ കഥാപാത്രങ്ങളിൽ എല്ലാത്തിലും ഒരു നിഷേധി, ഒരു ധിക്കാരം, അതൊരു ഹ്യൂമറിൽ തന്നെ വേറൊരു തലത്തിലാണത്. കാര്യം അതിനകത്തൊരു വിധേയത്വമൊന്നുമില്ല ഈ നായകനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൂ. എല്ലാം തന്നെ ഈ പിന്നെ തർക്കുത്തരം പറയല്. നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്, ഒരു തന്നെ ഇങ്ങനെ അപകടമായിട്ട് ആക്സിഡന്റ് പറ്റി ആശുപത്രി കിടക്കുമ്പോൾ ഈ ചെറ്റവർത്താനം പറയുന്നത്. അതായത് എഞ്ചിനീയറെ വണ്ടി പഠിപ്പിക്കാൻ മേശരി പറയുന്നുണ്ട്, ഇത്രയും വിവരമില്ലാത്ത ഒരാളെ ഞാൻ ഇതുവരെ ഡ്രൈവിംഗ് എന്ന് പറയുന്നുണ്ട്. എല്ലായിടത്തും ഒരു വിധേയത്വം, ഒരു മേധാവിത്വമാണ് പുള്ളിക്കുള്ളത്. അത് പ്രേമേട്ടന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. മാമുക്കോയ്ക്കെന്നല്ല, പൊതുവെ തമാശ പറയുന്നത് നായകന്റെ മണ്ടനായ കൂട്ടുകാരൻ അതല്ല പുള്ളി, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും എല്ലാരാലും പരിഹസിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് എപ്പോഴും തമാശക്കാരൻ. ഈ മാമുക്കോയനെ അങ്ങനെ ആരും അങ്ങോട്ട് കൗണ്ടർ അടിച്ച് ജയിച്ചു പോകുന്നൊന്നുമില്ല. പുള്ളി അത് വേറൊരു രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുക. ആ രീതിയിലാണ് പുള്ളിയുടെ ഹ്യൂമർ. അതൊരു ഇടയ്ക്ക് ഇന്റർനെറ്റിൽ മാമുക്കോയ തക്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഈ ട്രോളുകളിലും അദ്ദേഹമാണെങ്കിലും നിറഞ്ഞിരിക്കുന്നത് പലപ്പോഴും എല്ലാത്തിനും കൗണ്ടർ ടക്കടക്ക് ചെയ്ത് അടിച്ചു വെക്കുന്നുണ്ട്. അതുപോലെ അത് ഈ വിദേശ ഷോകളിൽ പോയിട്ട് ഒരുപാട് വിദേശ ഷോകളിൽ പോകുമ്പോൾ ഒരിക്കലും അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ അവിടുത്തെ മലയാളികളെല്ലാം കൂടി ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ ലൈബ്രറി വലിയ വിശാലമായ ലൈബ്രറിയാണ്. ആ ലൈബ്രറി ഹാളിലൂടെ നടന്ന് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വളരെ പുസ്തകങ്ങളോട് വലിയ ആദരവുള്ളൊരു മനുഷ്യനല്ലേ. അവിടെ ഇങ്ങനെ പോയി ഇത് പുസ്തകങ്ങൾ നോക്കി നടക്കുമ്പോൾ ഒരു ഷെൽഫിൽ നോക്കുമ്പോൾ മാമുക്കയുടെ പടമുള്ള ഒരു പുസ്തകം, ഈ ഓക്സ്ഫോർഡ് അവിടെ ഇരിക്കുക സർവകലാശാലയുടെ. അപ്പോൾ തൊട്ടപ്പുറത്ത് അവിടെ ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ളൊരു ലൈബ്രറിയനൊക്കെ ഉണ്ട്. അപ്പോൾ മാമുക്ക ഈ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ ആ ലൈബ്രറിയൻ വെള്ളക്കാരനാണ്. അയാൾ നോക്കുമ്പോൾ
മാമുക്കയുടെ പടമുള്ള പുസ്തകം. അപ്പോൾ മാമുക്ക പറഞ്ഞത് ഞാനാ ഉള്ളിക്ക് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനോടുള്ളൊരു റെസ്പെക്റ്റ് കാണും. കാര്യം ഒരു മഹാമനുഷ്യൻ അവിടെ എത്തിയതിൻ്റെ അപ്പോൾ ഒരു ലോക മലയാളിയാ ശരിക്കും. നമ്മൾ എവിടെ ചെന്നാലും മലയാളികളുണ്ടെന്ന് പറയുന്ന പോലെ മാമുക്ക മലയാളികളെ മുഴുവൻ ലോകത്ത് എല്ലായിടത്തുമുള്ള മലയാളികളെ ഒരുപോലെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇതൊരു വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ബ്രിട്ടീഷുകാരുടെ ആ ലൈബ്രറിയിൽ നിന്ന് വലിയ കുറേ പുരസ്കാരങ്ങളോ എന്തൊക്കെയോ ഗിഫ്റ്റുകളോ ഒക്കെ ആയിട്ടാണ് നാട്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ എഴുതിയിട്ടുള്ളതാണ്, പുസ്തകത്തിൽ നമുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നിരവധി നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ അക്കു അക്ബർ മാമുക്കോയനെ ഓർക്കുന്നു. മാമുക്കോയ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയിലാണ് എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ സിനിമ നരേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് മാമുക്ക സിനിമയിൽ മാത്രമാണ് ഇത്രയും ഹ്യൂമർ സംഭവങ്ങൾ ചെയ്യുന്നത്. വ്യക്തിപരമായി മറ്റ് ചർച്ചകളിലൊക്കെ പുള്ളി ഭയങ്കര സീരിയസ് ആണ് എപ്പോഴും. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ നരേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു. അത് നമുക്ക് പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ലോക സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ ഫിലിം പൊട്ടി ഇൻ്റർവെല്ലാവുന്നത്. അത് നമുക്ക് എപ്പോഴും ഷൂട്ടിങ്ങിൻ്റെ ഇടവേളയിൽ കൂടി സംസാരിക്കും. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മാത്രമല്ല, ആ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഘടന എങ്ങനെയായിരുന്നു, ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ആ കഥ പറയുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി പുള്ളി ആലോചിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഹ്യൂമർ കഥാപാത്രം ചെയ്യുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു സിനിമയുടെ ഒരു ഭാഗമാകുകയും ആ സിനിമ ടോട്ടൽ എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായി ശ്രദ്ധിച്ചിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പൊതുവെ പറയാമെന്ന് വെച്ചാൽ വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. നമുക്ക് എന്തും സംസാരിക്കാം. അതുപോലെ ഒരുപാട് സജഷൻസ് നമ്മളോട് തിരിച്ച് ഇങ്ങോട്ട് പറയും. അങ്ങനെ ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മാമുക്ക. ഞാൻ ഒരാളെ കൂടി ഓർമ്മയിലെന്നും മാമുക്കോയ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാമുക്കോയക്കയുടെ മകനാണ്. സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നിസാർക്ക. നിസാർക്ക നമസ്കാരം. വലിയൊരു സന്തോഷം എല്ലാവരും അറിയിക്കേണ്ടത്, നിസാർക്ക ഇപ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമകളിൽ സജീവമായി അഭിനയിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അച്ഛനുള്ളപ്പോഴൊന്നും സിനിമയിൽ അങ്ങനെ അഭിനയിക്കാൻ പോയിട്ടൊന്നുമില്ലല്ലോ കാര്യമായിട്ട്? ഒരു പടം ചെയ്ത LLB, അത് ഒരൊറ്റ സീന് കമ്മീഷണർ സിദ്ദീഖ് സാർ വിളിച്ചപ്പോ. പിന്നെ നമ്മൾ ജാഫർ കേറ്റ് ആ നേരത്തെ ഒരുപാട് നല്ല ബന്ധമുണ്ട്. സിനിമയിലൊക്കെ വരുന്ന പിന്നെ ജാഫർ കേറ്റ് വന്നു, ഇടുക്കി ജാഫറേറ്റ്. അപ്പൊ ഒരുമ്പട്ടവൻ തന്നെ സിനിമക്ക് അത് പോലീസ് ഓഫീസറായിട്ട്. അപ്പൊ അതിന് ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു തെക്കനായിട്ട് അഭിനയിക്കണോ, അതിൽ പേരും ജോൺ മാത്യു അങ്ങനെ എന്തോ ഒരു പേര്, അതെനിക്ക് ശരിക്കും പറയാൻ കിട്ടൂല. പിന്നെ ആ ഭാഷാ ശൈലിയൊക്കെ ബുദ്ധിമുട്ട്. നമുക്ക് ഈ മലബാർ മഹർഷിയും അതൊക്കെ പറ്റുള്ളൂ. അതെ നടക്കുള്ളൂ. പാപ്പയുടെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് ഏതാണ്? ഇപ്പന്റെ എല്ലാ സിനിമയും ആദ്യമായിട്ട് കണ്ടത് ഏതാണ്? ഓർമ്മയില് അന്യരുടെ ഭൂമി സംഘം തിയേറ്ററിൽ. ഓ, അതാ ആദ്യത്തെ പടം തന്നെ. അന്ന് നിസാർ ജനിച്ചിട്ടുണ്ടോ? അല്ലല്ല, എനിക്കൊരു 3 വയസ്സ് 4 വയസ്സുള്ള ആ സമയത്ത് കണ്ട ഓർമ്മയുണ്ടോ? അന്യരുടെ ഭൂമി കണ്ട ഓർമ്മ? ഷൂട്ടിംഗ് കണ്ടൊക്കെ ഓർമ്മയുണ്ട്. ആ എന്റെ ചെറുതില് നമ്മള് വീട്ടിന്റെ അടുത്ത് തന്നെ ആയിരുന്നു. പിന്നെ അവിടുന്ന് ഒരു 6 വയസ്സിൽ അവിടെ താമസം മാറി. ആ സമയത്ത് ഞാൻ കണ്ടുകണ പടം സംഘത്തിലേ വന്നത് സിനിമ. നിസാറാണ് മൂത്ത ആള്? ഞാൻ മൂത്ത് നിലമ്പൂർ ബാലേട്ടന്റെ. അതെ. അല്ല, ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, മാമുക്ക എന്നോട് സംസാരിക്കും കൂടുതൽ നിങ്ങളുടെ ബന്ധുക്കൾ കൂടുതൽ കുവൈറ്റിലാണോ? ഉമ്മന്റെ അനിയത്തി, ഭർത്താവ്, മക്കള്, അനിയന് കൂടുതൽ കുവൈറ്റിലുള്ള കാര്യങ്ങൾ കൂടുതൽ പുള്ളി പറയാറുണ്ട്. കുവൈത്തിലാ കൂടുതലുള്ളത്. അല്ല, അതൊരു VK ശ്രീരാമേട്ടൻ എഴുതിയിരിക്കുന്ന ഏതോ ഒരു ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് ഒരിക്കല് ശ്രീരാമേട്ടൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. നമ്മുടെ വീട് അത്ര വലിയ വീടൊന്നുമല്ല, പഴയ വീട്. പഴയ വീട്ടിൽ അവിടെ വന്നപ്പോ നമുക്ക് വളരെ ആതിഥേയ മര്യാദയോട് കൂടി സ്വീകരിച്ച് അകത്തുകൊണ്ടിരുത്തിയിട്ട് കട്ടിലിനടിയിൽ നിന്നൊരു പെട്ടിയെടുത്ത് മേശപ്പുറത്ത് ഈ കട്ടിലിൽ വെച്ചിട്ട് തുറന്നിട്ട് കുറേ ഗൾഫിലെ സാധനങ്ങളെല്ലാം ഉണ്ട്, പെർഫ്യൂംസ്. എന്നിട്ട് ശ്രീരാമേട്ടന് വേറെ കൂടെ 2 സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം എടുത്തോളി എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയി. എന്നിട്ട് ശ്രീരാമേട്ടൻ ഈ ഇതിൽ നോക്കി ഇങ്ങനെ കൗതുകത്തോടെ ഇരിക്കുമ്പോൾ വീട്ടിനകത്തൂടെ അപ്പുറത്ത് താമസിക്കുന്ന കൗസല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ, തൊട്ടപ്പുറത്തുള്ള ഒരു ഹിന്ദു സ്ത്രീയാണ്, അവരൊരു ആടിനെയും കൊണ്ട് വീട്ടിനകത്തൂടെ കുറച്ച് ഈ എന്താണ് അതിന് കൊടുക്കാനുള്ള രാവിലെയും കൊണ്ട് വീട്ടിനകത്തൂടെ നടന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവർക്ക് അതുവഴി പോകാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് ഇതുവഴിയാണ് അവരുടെ യാത്രയൊക്കെ. അപ്പോൾ അത് ശ്രീനാട്ടം പറയുന്നത് വെച്ചാൽ ഒരു വലിയൊരു മതേതരത്വത്തിൻ്റെയും മാനവികതയുടെയും ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു വലിയ പ്രതീകമായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്.
അത് നമുക്കൊരു ഒരു കാലത്തെ ഒരു കേരളീയ സമൂഹത്തിന്റെ ഒരു ചിത്രം കൂടിയാണത്. സത്യമാണ്. അവിടെ ഒരു മതവും ജാതിയും ഒന്നും അതിന്റെ ഒരു വിഷ്വൽ നമ്മൾ ആ വീട്ടിനകത്തൂടെ അത് ആടിനെ കൊണ്ട് ഈ രാവിലെയൊക്കെ ആയിട്ട് കടന്നിങ്ങനെ പോവാണ് ഒരു കൂളായിട്ട്. ഇപ്പൊ താമസിക്കണേ ഇപ്പൊ അങ്ങനെ പള്ളിക്കാണ്ടി എന്ന സ്ഥലത്താ കല്ലായിന്റെ പടിഞ്ഞാറ് വശം. അവിടെ ഒരു കാവുണ്ട്. ഈ നൈനാമ്പൾപ്പ് എന്ന് പറഞ്ഞ ഫുട്ബോളിന് ഭയങ്കര ഫേമസാ. പണ്ട് ഈ റൊണാൾഡിനൊക്കെ വന്നിട്ട് അയാള് ജേഴ്സി അയച്ചു കൊടുത്തെന്നൊക്കെ സംഭവം. അതിനുള്ളിലൊരു കാവ്, അവിടെ ഒരു 5 ഹിന്ദു വീടുണ്ട്. ആകെ ആ ഒരു ചിലപ്പോ ഒരു 5-10 കിലോമീറ്റർ ഇങ്ങനെ റൗണ്ടിൽ ആ ഹിന്ദു വീടേ ഉള്ളു അവിടെ. ഇവരെ കൂടെ അപ്പൊ കളിച്ചാണ്. അപ്പൊ തിരുവാതിരക്കളി, ചെറുതിലെ നാടകമൊക്കെ ആയിട്ട് പോയിട്ട് അങ്ങനെ നാടകമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവാ. നമുക്ക് ഈ ഫുട്ബോളിന്റെ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് അച്ഛനായിരുന്നു അദ്ദേഹം. സ്ട്രിക്റ്റ് ഒന്നുമില്ല. കൂടുതൽ കഥ ഒന്നും അങ്ങനെ പറയൽ സംസാരിക്കൽ അങ്ങനെ കൂടുതൽ. എന്റെ ചെറിയ പെങ്ങളും അനിയനാ സംസാരിക്കുക കൂടുതൽ. ഇപ്പനേറ്റ് ഞാനും മൂത്ത പെങ്ങളും കാര്യം പറയാൻ മാത്രമേ പോവാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും, പറയും. ഇപ്പൊ അങ്ങനെ വെറുതെ തമാശ ഒന്നും പറഞ്ഞ് നടക്കൊന്നുമില്ല. വീട്ടിൽ തമാശയും കാര്യങ്ങളൊന്നുമില്ല. പറയുകയൊക്കെ ചെയ്യും. ഉമ്മനേറ്റ് എപ്പോഴും ബോബനും മോളിയും പോലെ ഒരു തട്ടി മുട്ടി. അതാ ഉമ്മ എപ്പോഴും കരിച്ചിലും മുടിച്ചിലും തന്നെ. ആ പോകുമ്പോഴൊക്കെ മരിക്കണ ആ സമയത്ത് വീട്ടിൽ സംസാരിച്ചിരുന്നിരുന്നിരുന്ന് പിന്നെ വണ്ടി വണ്ടി കയറി പോയതാ. ആ മരിക്കണ സമയത്ത് അപ്പൊ മര്യാദയ്ക്ക് നടന്ന് ജ്യൂസൊക്കെ കുടിച്ചിരുന്ന് പോയതാ. പിന്നെ അറ്റാക്കായി എന്ന് പറഞ്ഞ അങ്ങനെ. ഈ അവസാന കാലത്ത് മൂപ്പർക്ക് ശബ്ദത്തിന് എന്തോ ഒരു അതിപ്പോ ഒരു മുഴ വന്നിരുന്നു തൊണ്ടയിൽ. ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ടപ്പോ ശബ്ദത്തിനൊരു വേരിയേഷൻ പോലെ തോന്നി. തേർഡ് സ്റ്റേജിൽ ആ സമയത്ത് ഏറ്റവും ഒടുവിൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് പ്രിയദർശൻ സാറിന്റെ ഓളവും തീരവും എംപിയുടെ റീമേക്ക് ചെയ്ത സമയത്ത് തൊടുപുഴയിലായിരുന്നു ഷൂട്ട്. അപ്പം അന്ന് തീരെ വയ്യായിരുന്നു. അന്ന് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ പനിയും തീരെ ശബ്ദമൊന്നും ഇല്ലാണ്ട് അഡ്മിറ്റ് ചെയ്തു. പിന്നെ വീണ്ടും അടുത്ത ദിവസം ഡിസ്ചാർജ് ആയി വന്നു, വീണ്ടും അഭിനയിക്കാം. അന്ന് തീരെ ശബ്ദമില്ല. അപ്പം എന്നിട്ടും എന്നെയൊക്കെ കാണുമ്പോൾ കോഴിക്കോടിലെ വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ നമുക്ക് സംസാരിക്കേണ്ട കൂടുതൽ ശബ്ദം പ്രശ്നമൊക്കെ ഇല്ലടാ, അത് കുഴപ്പമില്ലടാ എന്നിങ്ങനെ പക്ഷെ നമുക്ക് സങ്കടം തോന്നും ആ ശബ്ദം കേൾക്കും. ഈ ചെറുപ്പത്തിൽ നിങ്ങൾ ഈ ആദ്യകാലങ്ങളല്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ നിങ്ങളെയൊക്കെ കൊണ്ടുപോകായിരുന്നു? മുമ്പ് കുറെ പടത്തിനൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് പടം എൻ്റെ കൂടെ. ചെറുപ്പം എന്നൊന്നും പറഞ്ഞുകൂടാ. ഞാനൊരു 15-14 വയസ്സുള്ള സിനിമയിലായിരുന്നു ഇപ്പ. അപ്പൊ ചെറുതെന്നൊന്നും പറഞ്ഞൂടാ. ഓ ഇല്ല, നിങ്ങക്ക് ഈ ദൂരെ ഒരു കൂടുവിട്ടാക്കുമ്പോ 15 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ആയിക്കണേ. 15 വയസ്സായില്ല. 87-ലാണത്. 89 SLC ചെയ്തത്. 13 വയസ്സ്. അത് കഴിഞ്ഞിട്ട് സിനിമ ലൊക്കേഷനുകളിലൊക്കെ കാണാറും പോകാറും ഒക്കെ ഉണ്ട്. പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഈ മാമുക്കോയുടെ മകൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രിവിലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിവിലേജ് അങ്ങനെ ഒന്നല്ല, എന്നാലും പ്രിവിലേജ് എന്ന് പറഞ്ഞത് ഒരു പരിഗണന എല്ലാവർക്കും. താരപുത്രൻ ഒരു മീഞ്ചന്ത സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെ ഒരു തവണ ഇപ്പൊ വന്ന് ഞാൻ അറ്റൻഡൻസ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ വിളിച്ചപ്പോ അയാൾക്ക് അതുവരെ അറിയില്ല എങ്ങനെ ഞാൻ ഇന്നാളെ മകനാന്നൊന്നും അറിയില്ല. ഉപ്പ വന്നപ്പോഴാണ് അയാൾ ഇത് അറിയണത്. അപ്പൊ ഉപ്പ വന്ന് ഒരു മാരുതി കാറുണ്ട്, അന്നൊരു 800cc കാറാ. ഉപ്പ വന്ന് പോകുമ്പോ അതിന്റെ 4 ടയറും കുട്ടികൾ കാറ്റ് വെച്ചിട്ട്. ഉപ്പ വന്നതൊരു സൈക്കിളിലാ. ഉപ്പ വന്നൊരു സൈക്കിൾ ഇങ്ങനെ കാറിന്റെ സൈഡിൽ വെച്ച് പോയതാ. അപ്പൊ പിള്ളേര് വിചാരിച്ചത് ഇപ്പൊ കാറിലാ വന്നാ. അപ്പൊ വന്ന് സൈക്കിൾ എടുത്ത് പോവുകയും ചെയ്തു. അങ്ങനെ അന്നൊരു സൈക്കിൾ ഓട്ടിട്ടാ നടക്കലിപ്പ. അന്ന് അങ്ങനെ ഒരു ഉപദ്രവിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ അന്നും. നിസാർ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നോ? ഏയ് ചെയ്തില്ല പാസ്സായത്. ഒരുപാട് പിന്നെ ഇപ്പൊ വാശി പിടിച്ച് ജയിച്ചിട്ട് നിർത്തിക്കുള്ളൂ. അപ്പൊ പിന്നെ ജയിക്കലും നിർബന്ധമായിരുന്നു. അങ്ങനെ ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് വേറെ ബിസിനസ് വല്ലതും ചെയ്തിരുന്നോ? എത്രയോ ചെയ്തു, എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. ഒരുപാട് കുറെ ഇപ്പൊ മരിക്കുമ്പോ ബഹ്റൈനിലേ. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം നമ്മുടെ കൂടെ വരുമ്പോൾ പുള്ളിക്കാരൻ ഒരിക്കലും തമാശ പറഞ്ഞിട്ടില്ല. വീട്ടിൽ വിളിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പഠിക്കാൻ മിടുക്കനായിരുന്നോ ഇല്ലേ എന്നുള്ളത് ചോദിച്ചത്. വായിക്കൊക്കെ ചെയ്യും ഞാൻ നന്നായി. എനിക്ക് നല്ല അറിവും വിവരമൊക്കെ ഉണ്ട്. വിദ്യാഭ്യാസം കുറവാ. പക്ഷെ മാമുക്ക നന്നായിട്ട് പഠിക്കായിരുന്നു. അല്ല, ഇപ്പൊ 10ാം ക്ലാസ് ലാസ്റ്റ്. അതെ, അതാണ്. പക്ഷെ എന്നാലും ക്ലാസ്സിൽ അന്ന് 10ാം ക്ലാസ് ഇപ്പൊ പഠിച്ച സ്കൂളിൽ AKG മാസ്റ്റർ MMH കോഴിക്കോട്. നമ്മള് പഴയ AKG കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ സഖാവ്. 10ാം ക്ലാസ് ഇപ്പൊ നന്നായിട്ട് എഴുതും. തമിഴ് എഴുതും, വായിക്കും. തമിഴ് നന്നായിട്ട് എഴുതാനും തമിഴ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. മലയാളം പറഞ്ഞു, കുഞ്ചേട്ടൻ പറഞ്ഞു, രസമായിട്ടുള്ള ഹാൻഡ്. ഞാൻ കണ്ടിട്ടുള്ളത് ഭരണിക്കാവ് ശിവകുമാർ പാട്ട് എഴുത്തുന്നില്ലേ, അച്ചടി പോലെയാണ് അയാൾ എഴുതുന്നത്. അതുപോലെ അതിന് വെല്ലുന്ന രീതിയിലാണ് മാമുക്കട ഈ കയ്യക്ഷരം എന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ ഉളി കൊണ്ട് മരം അങ്ങനെ കൊത്തും. ഉളി ഇപ്പൊ ഒരു ഉളിയുണ്ട് ചെറിയ ഇങ്ങനെ വളഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എന്റെ പണി ശരിക്കും നമ്പർ 10 പറയാ. അത് ഈ കമ്പനീന്റെ
ഒരു സേട്ടുമാര് സാധനം ഉണ്ടല്ലോ, അപ്പൊ അതിന് മരത്തിന്റെ അളവും ആ കമ്പനിന്റെ പേരും അടിക്കുക വെച്ച്. അപ്പൊ ശരിക്കും ഇങ്ങനെ കൈകൊണ്ട് എഴുതണ പോലെ ഇങ്ങനെ ആ ചെറിയ ഈ ചില കൂപ്പുകളിലും മരങ്ങളിലും ഈ നമ്പർ അപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ചെയ്യും. തമിഴനാമൂന്ന് എപ്പനാന്ന് പണ്ട് നാട്ടിൽ വിളിക്കുക, തമിഴനാമൂന്നൊക്കെ വിളിക്കുക. പഠിക്കുന്ന കാലത്ത് ഫുട്ബോൾ കളിക്കാരനായിരുന്നു അല്ലേ? നല്ല അത് കോഴിക്കോട് മിക്ക ആൾക്കാർക്കും അല്ല പ്രത്യേകിച്ച് മറഡോണയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സാറേ ഓ ഈ പള്ളിക്കണ്ടി ഭാഗത്ത് നൈനാമ്പളപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ആവേശമാണ് അവിടെ. ഈ വലിയ TV വെച്ചിട്ട് ജനങ്ങൾ മുഴുവൻ പല ഭാഗത്തുള്ള ആളുകളും വരും അവിടെ, കാരണം ആവേശം അവിടെയാണ്. കോഴിക്കോട് പണ്ട് ഈ ഫുട്ബോളിന്റെ അതെ അതെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശങ്ങള് ഈ അച്ഛൻ ഇപ്പൊ നിങ്ങൾ ഇടയ്ക്ക് മിണ്ടുന്നില്ലെന്ന് പറയുന്നെങ്കിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ വരുന്ന സമയങ്ങളിൽ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങൾ എന്താണ്? ഇപ്പൊ ഞാൻ കാണുന്ന ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ ചിലരുടെ ഇന്റർവ്യൂ ഒരു മണിക്കൂർ കണ്ടാലും കുറെ വർത്താനം എന്നുള്ളതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല. ചിലരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ടേക്ക് അവേ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ഇപ്പം ഇന്ന് പ്രേമേട്ടൻ പറഞ്ഞു ഒരു കോമഡി ചെയ്യുന്നവർക്ക് ഒരു വിധേയത്വം ഞാൻ ആദ്യമായിട്ട് എനിക്കത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് അച്ഛൻ പറയാറ്? എന്തെങ്കിലും കാര്യങ്ങൾ ജീവിത വീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് വല്ലതും പറയാറുണ്ടോ? അങ്ങനെ ഒന്നും പറയില്ല, അങ്ങനെ എന്നെ ചെയ്യണം, അങ്ങനെ അതൊന്നും പറഞ്ഞൊന്നും തരില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ വയനാട്ടിലൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടൊക്കെ ഒരുമിച്ച് വല്ല ലോങ് ഒക്കെ പോകുമ്പോൾ ഇന്ദിരാഗാന്ധിനെ ഭയങ്കര ഇഷ്ടാ, അബ്ദുറഹ്മാൻ സാഹിബിനെ ഭയങ്കര ഇഷ്ടാ, പിന്നെ EMS ഇങ്ങനാര് നിരാന്തിനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാട് കയറുമ്പോൾ കണ്ണിൽ വെള്ളമൊക്കെ നിറയും, കരിയൊക്കെ ചെയ്യും. അത്തരം പ്രേമ നിരാന്തിനോട് ഭയങ്കര ഇഷ്ടാ. അബ്ദുറഹ്മാൻ സാഹിബ് ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞു തരാന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഉപദേശവും കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ജീവിതത്തിൽ ദേഷ്യം പിടിക്കണതൊന്നും കണ്ടില്ല. തന്നെ ദേഷ്യം പിടിക്കില്ല. ഒരാളൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ചാൽ വേണ്ടെന്ന് ഒഴിവായി പോവാം. ഞാനൊരു വെച്ച് ഫോട്ടോ എടുക്കാം, അതൊക്കെ 150 കൊടുത്ത് സിനിമ ഉണ്ടാ കയ്യണ്ട്, പിന്നെ ഇതിങ്ങനെ കൊണ്ടെടുക്കാണോ എന്ന് ചോദിക്കും. ഞാൻ സിനിമ കണ്ട് ഇറങ്ങിയാ കഴിഞ്ഞ്, പിന്നെ അതിങ്ങനെ കൊണ്ട് നടക്കണം എന്തിനാന്ന് ചോദിച്ചപ്പ അതൊന്നും തീരെ താല്പര്യമില്ല. ഇപ്പൊ ഈ ഇതുണ്ടല്ലോ കമാൽ വരദൂര്, അയാളെ മരുവ് അങ്ങനെ ഉണ്ട്, ആസിഫ് അലി, അയാൾ ഇതൊരു പുസ്തകം ബേത്തഹുവാ പാനി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ട്. ഇപ്പൊ മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോ ദീദി ദാമോദര മാസം മോളും പ്രേമേട്ടനും ഭർത്താവും കൂടി വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അന്ന് ആ ടേബിളും എല്ലാം അതുണ്ട്. ഒരുപാട് പുസ്തകം ഇപ്പൊ വാങ്ങിച്ച് വായിക്കും. ആ പുസ്തകം അപ്പൊ അന്നേരം അയാൾ പ്രേമേട്ടനും ദീദിയും കൂടി പറഞ്ഞ മരിക്കണ കുറച്ച് ദിവസം മുന്നേ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ പയ്യനായിട്ട് വന്നപ്പോ ഈ കട്ടിയുണ്ട്, നല്ല വലുപ്പമുണ്ട്, അത് വലിയ പുസ്തക. അപ്പോൾ അത് പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞാൽ വായിച്ചിട്ട് വരാം, വായിക്കാതെ വന്നാൽ ശരിയാവില്ല എന്നാണ്. അപ്പോൾ ഇതിപ്പോൾ മുഴുവൻ വായിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ പറയുമ്പോൾ ഈ ഒരു സമയത്ത്. അപ്പോൾ പറഞ്ഞാൽ അപ്പം എപ്പം വരുന്ന വെച്ചപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വെക്കാന്ന് അറിയില്ല. 15ാമത്തെ ദിവസം ഇപ്പോൾ പോയിട്ട് ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകളൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പുസ്തകത്തിനെ പറ്റി പറഞ്ഞെന്നാ പറഞ്ഞത്. അങ്ങനെ ഒരാള് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല വേറൊരാളെ. അങ്ങനെ സമയം മാറ്റി വെച്ച് ബുക്ക് വായിച്ച് അത് വായിച്ച് തീർത്തിട്ട് ഇപ്പൊ അത് പ്രകാശനത്തിന് പോയി എന്നാണ്. അപ്പൊ വായിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളിപ്പോ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ നിസാർക, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സിനിമ വരണമെന്നോ ചെയ്യണമെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ഉപ്പനോടോ? ഉപ്പ പറഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോ സിദ്ദീഖ് സാർ വിളിച്ചപ്പോ ഇതിനെ ഉമ്മനോടാ പറഞ്ഞേ. അപ്പൊ ഉമ്മ പറഞ്ഞു ഓനിങ്ങനെ സിദ്ദീഖ് വിളിച്ചിങ്ങനെ, ആ തന്നെ, ആ ശരി, അവിടെ കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി വന്ന്. അങ്ങനെ ഒരു ഔദ്യോഗികത അനുഗ്രഹം വാങ്ങല് ആ പരിപാടി ഒന്നുമില്ല. അല്ല അച്ഛൻ ഉപ്പയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ ഇത് വരണം എന്നുള്ളത്? മര്യാദയ്ക്ക് നടക്കുക, വലിയ പറയിപ്പിക്കലൊന്നുമില്ല, നടക്കാന്നുള്ള മൂടുള്ളൂ. ഒരു ഉപദേശം അല്ലെങ്കിൽ പോണ റൂട്ട് കാണിച്ചു തരാവുന്നില്ല, ഇന്നതാവണോ വാശി പിടിക്കുക, അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. അവിടെ കോഴിക്കോട് മമ്മൂക്കയുടെ പ്രിയപ്പെട്ടവരുടെ കല്യാണ വീടുകൾ, മരണ വീടുകൾ, നോമ്പ് തുറ, പിന്നെ സാഹിത്യം, ഏത് പുസ്തക പ്രകാശനം ഉണ്ടെങ്കിലും മാമക്ക അവിടെ ഉണ്ടാവും. എന്ത് ഫംഗ്ഷനിലും മാമക്കയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവും. ആ സ്പീച്ച് കേൾക്കാൻ ഞാനൊക്കെ ആകാംക്ഷയോട് കാത്തിരുന്നുണ്ട്. കാരണം ഒരു തമാശ ഉണ്ടാവില്ല, പറയുന്ന കാര്യങ്ങൾ വളരെ കാര്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഇറങ്ങിപ്പോ ഭയങ്കര ഒരു ബഹുമാനമൊക്കെ തോന്നിപ്പോകും നമുക്ക്. കോഴിക്കോട്ടുകാരുടെ അവരുടെ ഒരു ജീവിതത്തിന്റെ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇവിടുത്തെ സാധാരണക്കാരും തൊഴിലാളികളും ഇവരെല്ലാം ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവരുടെ ഈ ഒരു എന്താണ് ഖവാലി സംഗീതവും മെഹ്ഫിൽ സദസ്സുകളും, അത് ഏതെങ്കിലും വീടുകളിലോ എന്തെങ്കിലും മച്ചിലോ ഒക്കെ ഒരു ഹാർമോണിയവും തബലിയായിട്ട് സംഗീതമായിട്ട് ഭയങ്കര നമ്മളെ ബാബുക്കയുടെയും അതുപോലെ അബ്ദുൽ ഖാദറിന്റെ ഒക്കെ പാട്ടുകൾ പാടുക. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു വലിയൊരു സംഗീതത്തിന്റെ ഒക്കെ ഒരു വലിയൊരു ബോധം കോഴിക്കോട് ബാവുക്കയുടെ ഒരു വലിയൊരു ബാവുക്കയുടെ ഒരു
ഗാനമേള മിഠായിത്തെരുവിൽ വെച്ചിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി സംഘടിപ്പിച്ചിരുന്നു. മിഠായിത്തെരുവിൽ വെച്ചിട്ട് അവിടെ നമ്മുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമേൻ്റെ അടിയിൽ വെച്ചിട്ട് മിഠായിത്തെരുവൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു. നല്ല പഴയ പാട്ടുകൾ മുഴുവൻ ഞാൻ അതിൻ്റെ അവതാരകനായിട്ട് നിന്നുകൊണ്ടിരുന്നു. ഈ പരിപാടി അന്ന് രാവിലെ ഞാൻ മാമുക്കയെ വിളിച്ച് പറഞ്ഞാ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം, ഞാൻ വരിടാ അവിടെ വന്ന് ഞങ്ങളുടെ കൂടിയിരുന്ന് ആ പാട്ടുകൾ മുഴുവൻ ആസ്വദിച്ചിട്ടാണ് മാമുക്ക പാടുന്നത്. പാട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. മാമുക്കോയെ കുറിച്ച് ഇപ്പോൾ ഇനി ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്. ശ്രീ മാമുക്കോയ, അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അധികമാവില്ല. കാരണം അത്രയും അനുഗ്രഹീതനായ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ഇപ്പം നമ്മുടെ പോപ്പ് കൾച്ചറിൽ കീലേരി അച്ചുവായിട്ടും നമ്മുടെ ട്രോളുകളിലും മീമുകളിലും എല്ലാം കീലേരി അച്ചുവായിട്ടും ഗഫൂർ ദോസ്തായിട്ടും കുഞ്ഞിക്കാദറായിട്ടും ഒക്കെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെത്. സിനിമകൾ അദ്ദേഹം അഭിനയിച്ച നിരവധി കഥാപാത്രങ്ങൾ, മലബാർ ചുവയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ മലയാളികൾ നെഞ്ചേറ്റിയതാണ്. അതിനൊക്കെ അപ്പുറത്തേക്കൊരു സിനിമയിൽ ഹ്യൂമർ ചെയ്യുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വായിച്ചവർക്കറിയാം. അദ്ദേഹം കോഴിക്കോട് അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ള MT സാർ അടക്കമുള്ള ആളുകളുടെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്ന ആളാണ്. മികച്ച നാടകക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ, ആട് 2. അതിൽ അദ്ദേഹം വന്നത് തന്നെ എനിക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഷൂട്ടിംഗ് സൈറ്റിലാണെങ്കിലും ഏൽപ്പിക്കുന്ന ജോലി വളരെ കൃത്യമായി ഇംപ്രവൈസ് ചെയ്യാനൊക്കെ അറിയാലോ. ഒരു അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു സീനൊക്കെ ഇംപ്രവൈസ് ചെയ്യാനൊക്കെ ഒരുപാട് കഴിവുകളുള്ള ഒരു ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ, അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത് തന്നെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യവും ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഉപ്പയുടെ ഈ മറ്റ് ഹോബികൾ എന്തൊക്കെയായിരുന്നു? ഈ സിനിമ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഹോബികളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ദിവസം വീട്ടിൽ അദ്ദേഹം മറ്റ് തിരക്കുകളൊന്നും ഇല്ലാതെ ഇരുന്നാൽ എന്തായിരിക്കും ചെയ്യുക? ഒറ്റക്ക് റമ്മി കളിച്ചിരിക്കും. ഒറ്റക്ക് റമ്മി, തനിച്ച് റമ്മി, ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ റമ്മി കളിച്ചിരിക്കും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് റമ്മി കളിച്ചിരിക്കും. ഗസൽ പാട്ടുകൾ പുള്ളിക്ക് ഇഷ്ടമായിരുന്നില്ലേ? അതൊക്കെ പഴയതൊക്കെ അല്ലായിരുന്നു. ഇപ്പൊ പിന്നെ കുറെ കാലമായിട്ട് സെറ്റ് വെക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ മൊബൈലിലൊക്കെ അങ്ങനെ പാട്ട് കേട്ടോ, വാട്സപ്പ് കളിക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. ഗസലൊക്കെ പഴയ പുള്ളിക്ക് ഉറുദു ഭാഷ അറിയായിരുന്നില്ലേ? കുറെ ഭാഷകളൊക്കെ ഉറുദു ഭാഷയില് നല്ല ഗസൽ സോങ്ങിന്റെ പാട്ടിന് അർത്ഥം പറയുമായിരുന്നു. അതൊക്കെ ഉണ്ട്. ഗസൽ നല്ല ലവ് സോങ്സിലെ പുള്ളിക്കാരൻ അർത്ഥം പറഞ്ഞു തരുമായിരുന്നു. ഇതൊക്കെ ഈ കോഴിക്കോട് അങ്ങാടിയിലെ UDA പാളയത്തിലൊക്കെ ബാബുക്കൊക്കെ മരിക്കണ തലേന്ന് വരെ കല്യാണ വീട്ടില് ഗാനമേളക്ക് വഹിക്കണ് ബാബുരാജ്. കേൾക്കുമ്പോ നമ്മൾ എന്തോ ആണ് ബാബുരാജ് എന്നൊക്കെ നമ്മൾ താനെ മറിഞ്ഞു തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേൾക്കണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. സംഭവം തന്നെ ഒരു മല തന്നെ സംഭവം, ഒക്കെ സത്യം. പക്ഷെ ബാബുക്ക് മരിക്കുന്ന 2 ദിവസം മുന്നേ അല്ലെങ്കിൽ അതിന്റെ ഒരാഴ്ച മുന്നേ സാധാ കല്യാണ വീട്ടില് ചില്ലറ പൈസക്ക് ഗാനമേളക്ക് പോയി ഹാർമോണിയം വെച്ച് തബലക്ക് പോയി എന്നൊക്കെ കല്യാണത്തിന് പോകാൻ. കാരണം ആ കോഴിക്കോടിന്റെ ഒരു സ്വഭാവം ഉണ്ട്. കേട്ടിന്റെ വലിയൊരു പ്രതിമ ഉണ്ട് കോഴിക്കോട് മാനാജറിന്റെ അവിടെ. എനിക്ക് മുമ്പ് ഉപ്പനൊക്കെ ഞാൻ ഉപ്പൻ കേട്ടിയെല്ലാം കൂടി ഇരിക്കുന്ന സ്ഥലത്ത് ഉപ്പനെ വിളിക്കാനൊക്കെ പോകും. അപ്പൊ കേട്ടി വണ്ടിയിൽ കയറും. അപ്പൊ കേട്ടിന്റെ തുണി കഴിഞ്ഞ് പോകും, അടിച്ച് ഫിറ്റായിട്ട് അവൻ ഞാൻ എടുത്തു കൊടുക്കൂ. അങ്ങനെ വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടേയാക്കൂ. കേട്ടിന്റെ ഭാര്യ സീൻതാത. അങ്ങനെ ഞാൻ കൊണ്ടുപോയി വീട്ടിലാക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അന്നൊന്നും എനിക്കറിയില്ല കേട്ടി എന്താന്ന്. കുറെ മുമ്പേ, 30 കൊല്ലം മുമ്പേ. പിന്നെ ഈ പ്രതിമ ഒക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇയാളെ ഞാൻ തുണി എടുത്ത് ശരിക്കും സത്യം. അപ്പൊ ഇവലൊക്കെ കൂടെ ഇപ്പൊ ഇങ്ങനെ ഇയാളാണ് അന്ന് കണ്ടത് എന്നുള്ളത്. കേട്ടി എന്താന്ന് നമ്മൾ അറിയണേ. ലോകം കണ്ട ഏറ്റവും വലിയ നാടകൃത്ത് കേട്ടിയാ. അപ്പൊ മാമുക്കോയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നസെന്റ് ഏട്ടൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രായോഗിക ബുദ്ധിയും പറയുന്നതും വളരെ വലുതായിരുന്നില്ലേ മാമുക്കോയൊക്കെ? ഇവരൊക്കെ തുറന്ന് കാര്യങ്ങൾ ചെയ്യുന്നതാണ്, അത്ര ഇതായിട്ടുള്ളതാണ്. ഈ മാമുക്കയും ഇന്നസെന്റ് ഏട്ടനെയും ഒന്നിച്ച് ബുക്ക് ചെയ്യുന്ന മലയാള സിനിമയുടെ ഒരു കാലം ഉണ്ടായിരുന്നു. രണ്ടുപേരുമായിരുന്നു ഒരു പ്രധാന സീനുകൾ പോലും ഇവർ ഇംപ്രവൈസ് ചെയ്തിട്ട്. ഇവർ രണ്ടുപേരും ഇംപ്രവൈസേഷൻസിന്റെ ഭയങ്കര, നേരത്തെ പറഞ്ഞതുപോലെ വലിയ കാലന്മാരാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഒന്നിച്ച് ബുക്ക് ചെയ്തിട്ട് ഇവരുടെ ഡേറ്റ് അനുസരിച്ച് സിനിമ കൊണ്ടുപോകുന്ന ഒരു കാലം. നാടകത്തിലും സിനിമയിലും എല്ലാം ഒരുപോലെ നമുക്ക് പ്രിയപ്പെട്ട ശ്രീ സുനിൽ സുഗത ഇപ്പൊ മാമുക്കോയൊക്കെ ഓർക്കുന്നു. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സിനിമ മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞ സിനിമയിലാണ്. അപ്പോൾ മാമുക്ക സാധാരണ ചെയ്യുന്ന പോലെ ചായക്കടക്കാരനോ അങ്ങനത്തെ റോളുകളൊന്നും അല്ല അതിൽ ചെയ്തിരിക്കുന്നത്. ബ്രോക്കർ, ഒരു ചായക്കടക്കാർ, സ്ഥിരം പുള്ളി ചെയ്യുന്നൊരു വേഷങ്ങളുണ്ടല്ലോ. അതിലൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ആധുനിക നാടകം ചെയ്യുന്നത്, ഭയങ്കര ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വളരെ വ്യത്യസ്തമായ റോളാണ് മോളി ആൻഡി റോക്സ്, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. വളരെ നല്ല സൗഹൃദം കഥ സൃഷ്ടിച്ചതാണ്. നമ്മൾ കോമൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാടകമായിട്ടുള്ള ഒരു പരിചയവും
വലിയ ഇതുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതുപോലെ തന്നെ കൃഷി എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ എന്നോട് വളരെ വിശദമായി പറയാറുണ്ടായിരുന്നു. വയനാട് സ്ഥലം വാങ്ങിയതും അവിടെ ഓറഞ്ച് നട്ടു, അത് നട്ടു, അതിൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പങ്കുവെക്കാറുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളൊരു 10-20 സിനിമയുടെ അടുത്ത് സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയൊരു കാര്യം ഓർക്കുന്നത്, ഞങ്ങൾ നടക്കും, കാലത്ത് നടക്കും. സാധാരണ പുറത്ത് പോയിട്ടല്ല നടക്കുക. ഈ ചില ഹോട്ടലുകളിൽ കുറച്ച് വലിയ കോറിഡോർ ഉണ്ടെങ്കിൽ പുള്ളി നടക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഈ ശബ്ദം കേട്ട് നോക്കുമ്പോൾ നമുക്ക് നടക്കുകയാണ്. അപ്പം പുറത്ത് പോകാണ്ട് തന്നെ ഈ കോറിഡോറിനെ കുറേ ദൂരം ഉണ്ട്. അപ്പോൾ അത് കൂടെ നടക്കുക. പുള്ളി വാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നടത്തം, ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു നടത്തവും സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കാലം ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളായിരുന്നു മാമുക്ക. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ഹൃദയാഞ്ജലി. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും എന്നാൽ വലിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു വലിയ ഭാഗ്യമാണ് അങ്ങനെ ആകാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു മനസ്സ് വലിയ ഭാഗ്യമാണ് അങ്ങനെ ആകാൻ. ടെൻഷൻ ഏറ്റെടുക്കൂല, ടെൻഷനൊന്നും പിന്നെ ഈ സിനിമാ നടന്മാരുടെ ഉള്ളിൽ ഒരു ആഭ്യന്തര മത്സരമുണ്ട്. നമ്മളത് അതൊക്കെ ഉണ്ട്, ഇല്ലെന്നൊക്കെ പറഞ്ഞാലും ആരോഗ്യകരമായതും ആരോഗ്യകരമല്ലാത്തതുമായ ഒരു ഒതുക്കലും വളരലും പോലെ അവനവന്റെ നിലയിൽ. പിന്നെ മാമുക്കോയ്ക്കൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് സിനിമയിൽ ഇല്ലാതാവണമെന്നോ ഫീൽഡ് ഔട്ട് ആണെന്നോ ഇത് നന്നായി ചെയ്തിട്ട് എനിക്ക് അടുത്ത പടം കിട്ടണമെന്നോ അങ്ങനെയൊന്നും ഉള്ള ആ സ്വിച്ചുകളൊക്കെ ഓഫ് ആക്കിയിട്ടുള്ള ഒരാളായിട്ടാണ് നമുക്ക് വർത്താനം പറയുമ്പോൾ തോന്നുന്നത്, അല്ലേ? ഒരു കോമ്പറ്റീഷന് പുള്ളിയില്ല, അല്ല, സമ്മർദ്ദങ്ങളില്ല. ആത്മവിശ്വാസത്തിന്റെ ഒരു ഇതും കൂടിയാണത്. കാര്യം അദ്ദേഹത്തിന്റെ കഴിവുകളിലൊക്കെ അദ്ദേഹം അങ്ങനെയാണ് ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ, മുദ്രവത്തി കഴിഞ്ഞ ഒരു സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സിനിമയിൽ അത് അങ്ങനെ ചെയ്തിട്ട് ഒരു ടെൻഷനായിട്ട് ഒരിക്കലും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അല്ലേ? മറ്റേ ഒരു കള്ളനും പോലീസും തന്നെ ഒരു സിനിമ ഉണ്ട്. മഹാറാണിന്റെ ഉള്ളിലൊരു ലോഞ്ചുണ്ട്, ഒരു പുൽത്തകിടിന്റെ പണ്ട്, ഇപ്പൊ ബാറാക്കി. അപ്പൊ കള്ളനും പോലീസും എന്ന് പറഞ്ഞ സിനിമയില് പപ്പേട്ടന് ഒടുവിലുണ്ണി കൃഷ്ണന് സെന്റ് ഓഫ് കൊടുക്കുക. അപ്പൊ ഉപ്പയും പപ്പേട്ടനും പോലീസുകാരാ. അപ്പൊ പപ്പേട്ടൻ പ്രസംഗിക്കുന്നുണ്ട്, ഉപ്പയുണ്ട് കൂടെ, രണ്ടാളൊന്നും പ്രസംഗിക്കണ. അപ്പൊ ഈ ആക്ഷന്റെയും കട്ടിന്റെ ഇടയിൽ പഠിച്ചോണ്ട് നമ്മൾ മാത്രമുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ആക്ഷൻ പറഞ്ഞ് കട്ടാണിന്റെ ഇടയ്ക്ക് വേറെ ആള് സഹായിക്കാനില്ല, ആ കൈക്ക് വരാന്നൊക്കെ പറഞ്ഞ സാധനോ, അങ്ങനെ ഒരു സാധനേ ഇല്ല എന്ന് പപ്പേട്ടനാ പറയാ. പപ്പേട്ടൻ കരിയ പപ്പ ഇങ്ങനെ മൂക്കുന്നാക്കി തുടക്കും, പപ്പേട്ടന്റെ മൂത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തുടക്കാനൊക്കെ ഉണ്ട്. സെന്റ് ഓഫ് കൊടുക്കുമ്പോ കരിഞ്ഞു പോവാ. അപ്പൊ ശശിയേട്ടനായി കട്ട് പറഞ്ഞപ്പോഴും പപ്പേട്ടൻ നിർത്തുന്നില്ല കരിച്ചില്. അപ്പൊ ഉപ്പ പറഞ്ഞു, പപ്പേട്ട അത് ഈ കട്ട് പറഞ്ഞിക്കണെന്ന്. അതിന് എനിക്ക് കരിച്ചില് നിക്കണ്ടേ, ഞാനെന്താ ചെയ്യാ? പപ്പേട്ട കരിയല്ലേ, പപ്പേട്ട കരിച്ചില് നിർത്തില്ല അത്. അപ്പൊ ഈ ആക്ഷന്റെ കട്ടിന്റെ ഇടയിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ പപ്പേട്ടന്റെ അടുത്തൊക്കെ? എന്തൊരു ജാതി ആർട്ടിസ്റ്റാ ദുനിയാവില് വേറെ ആരെങ്കിലും എങ്ങനെ പറ്റണൊക്കെ. പപ്പേട്ട പപ്പേട്ട ഇങ്ങനെ പറഞ്ഞാൽ അന്നേരം ഈ ആക്ഷന് പറഞ്ഞാൽ പിന്നെ പപ്പേട്ടന് ഒരു ഉളുപ്പ് കൂടലാ, ഒരു എല്ല് കൂടലാ പപ്പേട്ടന്. ഏത് സിനിമ അങ്ങനെയല്ല പപ്പേട്ട. അപ്പൊ അങ്ങനൊക്കെ ഉണ്ടോ? അതൊന്നില്ലേക്കു. എന്നോട് പേര് പറഞ്ഞ അങ്ങനെ തന്നെ. ഇത് ഹരിനാരായണേട്ടന്റെ സിനിമ, അപ്പോ ഷൊർണൂരുള്ള നേരത്തെ ഇതൊക്കെ ചെയ്ത ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കിയെന്ന പടത്തിന്റെ പേര്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാനായിട്ട് ഇങ്ങനെ ഇപ്പന്റെ ഒക്കെ മാതിരി. അപ്പൊ 1-2 സാധനമൊക്കെ പോലും പറഞ്ഞപ്പോ അവർക്ക് ഇപ്പന്റെ മാതിരി തോന്നി. പിന്നെ എന്നോട് പറഞ്ഞാൽ ഇപ്പന്റെ ഈ തഗ്ഗൊക്കെ സാധാരണ ഇപ്പൊ മരിച്ചതിന്റെ സാധനം കാണില്ല, പിന്നെ അത് കണ്ടാൽ മതി എന്നുള്ള മാതിരിയായി ഇപ്പൊ ഞാൻ. എന്ത് ചെയ്യാൻ കഴിയില്ല, ചെയ്യണതൊക്കെ അങ്ങനെ ആയിപ്പോവും. മറ്റേ പാമ്പിനെ മറ്റേ പരമശിവ പാമ്പിനെ കയത്തിലിട്ട് ആള് പാമ്പിന്റെ പുറത്തക്കാരനായിട്ടാണെന്ന് വെച്ച മാതിരി എന്തു പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞിക്കണ്. നമ്മൾ ഈ ഒരാളെ ചതിക്കുക, പറ്റിക്കുക, ചീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് നമുക്കൊരു ദേഷ്യം തോന്നില്ലേ? ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ദേഷ്യം തോന്നും. പക്ഷെ ഇപ്പൊ നാടോടിക്കാറ്റില് ദാസനെയും വിജയനെയും വല്ലാതെ പറ്റിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഗഫൂർ എന്ന് പറയുന്നത്. കാലിഫോർണിയയിലേക്ക് ചരക്കെടുക്കാൻ പോണ ഉരുവാണ്. നിങ്ങൾക്ക് വേണ്ടി നമ്മളെ ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിടാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ട് ദുബായ് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്ന. പക്ഷെ ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നിപ്പോവും. അല്ല, അയാള് അതായത് ഈ സിനിമ നമ്മൾ ആദ്യം കണ്ടപ്പോ ഇയാള് പറ്റിച്ചു, ഇവര് അങ്ങനെയായി. നമ്മൾ ഇപ്പോൾ കാണുമ്പോ നമുക്കൊരു ദേഷ്യം വിടുന്നത് ദുബായ്ക്കല്ല ചെന്നൈക്കാന്നുള്ള ബോധ്യമുണ്ടല്ലോ. നമ്മൾ ഈ ബോധ്യം വെച്ചോണ്ട് കാണുമ്പോൾ ഭയങ്കര കോമഡിയാ, കൂടുതൽ രസം. കാരണം പുള്ളിയോട് ചോദിക്കും, ലാലേട്ടൻ ചോദിക്കും ഈ കടപ്പാടൊക്കെ ഞങ്ങൾ എങ്ങനെ തീർക്കും ഗഫൂർക്കാന്ന് ചോദിക്കും. പുള്ളി പറയണേ, ഒന്നും വേണ്ട മോനെ, നിങ്ങൾ പോയി വലിയ ആൾക്കാരായിട്ട് വരുമ്പം എന്നെങ്കിലും നമ്മുടെ പുരയിലേക്കൊന്ന് വരണം, പറ്റിക്കുക. സ്ഥലത്ത് പുള്ളിയുടെ ഡയലോഗ്. അല്ല, അതാണ് അവിടെ നമുക്ക് ഒരു ദേഷ്യമില്ലല്ലോ, നമുക്കൊരു വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും തോന്നുന്ന ഒരു ഗഫൂർക്കയാണ്. അതൊരു ആ മനുഷ്യന്റെ ഒരു നിഷ്കളങ്കതയെ കുറിച്ച് ഇപ്പൊ നിർമ്മാതാവ്, നടൻ തുടങ്ങി സമസ്ത മേഖലകളിലും നമുക്ക് വളരെ പ്രിയപ്പെട്ട വിജയ് ബാബു. മാമുക്കോയ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഒരുപാട് വർഷത്തെ പരിചയം അത് ഞാൻ ചാനലിൽ ഇരിക്കുമ്പോൾ തൊട്ട് മാമുക്കോയ ചേട്ടനുമായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ളത് ആട് 2 എന്ന സിനിമയുടെ ഷൂട്ട് സമയത്താണ്. അദ്ദേഹത്തിനെ ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷനിലേക്ക് ആക്ടറായിട്ട് കൊണ്ടുവരാനും ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തുമായിട്ട് കൂടെ അഭിനയിക്കാനുമുള്ളൊരു ഭാഗ്യമുണ്ടായി. ഞങ്ങൾ ആട് 3യുടെ ഷൂട്ട് ഇപ്പം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് മാമുക്കോയ ചേട്ടനെയാണ്. ബിക്കോസ് ഇരുമ്പ് അബ്ദുള്ള എന്ന ഞങ്ങളുടെ കഥാപാത്രം മാത്രമാണ് ആട് 2-ൽ നിന്നും ആട് 3യിലേക്ക് വരുമ്പോൾ ആ സീരീസിൽ അല്ലെങ്കിൽ ആ ഫ്രാഞ്ചൈസിയിൽ ഇല്ലാത്ത ഒരു കഥാപാത്രം അദ്ദേഹമാണ്. സോ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും ഞങ്ങളുടെ സ്വന്തം ഇരുമ്പ് അബ്ദുള്ളയെ. അദ്ദേഹത്തിന് ഈ പുതിയ ചില ആളുകൾക്ക് ഇച്ചിരി സീനിയർ ആകുമ്പോൾ പുതിയതിനോടുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതില്ല. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഈ ട്രോളുകളെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊക്കെ ആ കാലത്ത് വളരെ സാധാരണമായി വിട്ടുപോയ സാധനങ്ങളാണ്. പുതിയ പിള്ളേരാണ് അത് കൃത്യമായിട്ട് എടുക്കുകയും വീണ്ടും എഡിറ്റ് ചെയ്യുകയും അതിനെ ഇത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാര്യമായിട്ട് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ്. കോവിഡ് സമയത്താ വന്നത്. അതാണ് അത് അങ്ങനെ ശരിക്കും കത്തിപ്പോയത്. കോവിഡിന് ഒരു പണിയില്ലാതെ മൊബൈൽ മേലല്ല എല്ലാവരും കളിക്കണേ. ആ സമയത്ത് ആണ് ഈ തെഗ് തുടങ്ങി ട്രോള് വന്ന് ആ സമയത്ത് അങ്ങനെ കത്തിപ്പോയത്. പിന്നെ ഫുള്ളായിട്ട് അതന്നായി 24 hour ഇപ്പൻ്റെതായി പോയി. പോലെ അത് കേൾക്കാതെ കാണാതെ പറ്റാത്ത നിലവാരത്തിലായി ഇപ്പം. അതാണ് ആ സമയത്ത് ഒരു വശത്ത് ഇത്രയും ട്രോളുകൾ വരുന്ന സമയത്ത് കുരുതി എന്ന് പറയുന്ന പടത്തിൽ ഒരു ഗംഭീര വേഷം കോവിഡ് സമയത്ത് ഇറങ്ങിയ സിനിമയിൽ അദ്ദേഹം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടൊരു വേഷം ചെയ്യുന്നു. പിന്നെ നിസാർഗയുടെ ഒരു കാര്യം കൂടെ പറയണത്, നമ്മളിപ്പോൾ മാമുക്കോയ്ക്കാണ് ഇത്രയൊക്കെ പറയുമ്പോൾ മാമുക്കോയ്ക്കയുടെ കുറേ ക്വാളിറ്റീസാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ഒരു പരിധിവരെ അത്രയും അടുപ്പമായിട്ടില്ലാത്തൊരു സമയത്ത് തന്നെ മാമുക്കോയ്ക്കയുടെ വിയോഗത്തിന് ശേഷം അവിടെ ആരും ചെന്നില്ല എന്നും പറഞ്ഞൊരു വലിയ വിവാദം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടക്കുമ്പോൾ സാധാരണഗതിയിൽ പല നടന്മാരുടെയും മക്കളും അങ്ങനെയുള്ളവരൊക്കെ അതിനെയൊക്കെ വളരെ വൈകാരികമായി സമീപിക്കുകയും ഈ ഭൂരിപക്ഷത്തോടൊപ്പം ചേരുകയും ചെയ്യും. ഭൂരിപക്ഷം പരാതി പറയുകയാണെങ്കിൽ ആ സൈഡിൽ ചേരുന്നതാണ് കൂടുതൽ നല്ലതെന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യും. പക്ഷെ നിസാർക്കൊക്കെ ആ സമയത്ത് വളരെ പക്വമായി ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നത് അവിടെയാണ് നിസാർക്ക് എന്ന് പറയുന്ന ഒരാളെ നമ്മള് വളരെ ശ്രദ്ധിച്ച് കാണുന്നതും അത് അയ്യോ ഇത് അതേ ക്വാളിറ്റിയിലാണല്ലോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തോടു കൂടി ഒരു വലിയ പരാതി പറയുക എന്ന് ചിലരുടെ ഇന്റർവ്യൂകൾ കണ്ടിട്ടുണ്ടോ? പരാതികളുടെ ഭാണ്ഡക്കെട്ട് അടിക്കുന്നതാണ് ഒരുപാട് പേരുടെ ഇപ്പോഴത്തെ ഇന്റർവ്യൂകളും എല്ലാം. ഇവിടെ നമ്മൾ മാമുക്കോയ്ക്ക് പറഞ്ഞൊരു ക്വാളിറ്റിയാണ്. നിസാർക്ക് വളരെ പക്വമായി ആ സ്ഥലങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതിനെന്തിനും പരാതി പറയേണ്ട കാര്യം എന്താ, ഓരോരുത്തർക്ക് അവരവരുടെ തിരക്കുകൾ ഉണ്ടാകും. അപ്പൊ ചിലരൊക്കെ വന്നു. ഞാനും ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ മാമുക്ക തന്നെ എത്രയോ അടുത്ത് ഇതുപോലെയുള്ളടത്ത് പോകാൻ പറ്റാത്തുണ്ട്. അങ്ങ് ബാക്കിയുള്ളൊരു പരാതി അത്രയും അതിനെ ഒരു സമചിത്തതയോടെ കൂടി അദ്ദേഹം കണ്ടു എന്നുള്ളതാണ്. അല്ല, അത്രയും നമ്മൾ വൈകാരികമായി തകർന്നു നിൽക്കുന്ന സമയത്തും ഒരു സമചിത്തത നിലനിർത്തുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. തീർച്ചയായിട്ടും അതൊക്കെ വാപ്പാന്റെ മിടുക്ക്. അല്ല, എനിക്ക് അപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് എന്ന്. അത് പറഞ്ഞതിന്റെ ശേഷം എനിക്കൊരു ബോധ്യം വന്നു വിവരമൊക്കെ ഉണ്ട് എന്നുള്ളത്. അല്ല, ഞാൻ താമസമല്ല, നമ്മൾ വൈകാരികമായിട്ട് താർന്നു ഒരു വലിയ ആൾക്കൂട്ടം വട്ടം നിന്ന് നമ്മളെ ഒരു കാര്യം പറഞ്ഞു ധരിപ്പിക്കുമ്പോൾ പത്രക്കാര് ഇതല്ല സത്യം, മറ്റൊന്നാണ്, ഇതിനെ ഇങ്ങനെ ഞാൻ കാണേണ്ടതില്ല, എനിക്കിതിനെ ബോധതലത്തിൽ നിന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത് അതിനൊരു കുറച്ചുകൂടെ വേണം. ശരിക്കും പിഷാരി ആ ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നു. ശരിക്കും അത് ആ പ്രശ്നം അത്രയും വഷളാക്കിയത് ചാനലുകാരാണ്, പത്രക്കാരാണ്. അവരിപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴേക്ക് എവിടെ അമ്മയുടെ പ്രതിനിധികൾ ആരെയും കണ്ടില്ലല്ലോ, 10-35 വർഷമായിട്ട് സിനിമയിലുള്ള ആളല്ലേ മാമുക്ക, എവിടെ പോയി നിങ്ങളുടെ അമ്മ? അത് പെട്ടെന്ന് അദ്ദേഹം വിയോഗം കഴിയും, വളരെ പെട്ടെന്ന് തന്നെ ചടങ്ങുകൾ കഴിയുകയും ചെയ്തു. നമുക്കൊരു ദിവസത്തിൽ കൂടുതൽ അങ്ങനെ വെക്കലൊന്നുമില്ല. പിന്നെ പുറത്തുനിന്ന് അങ്ങനെ വരാൻ ഒരു സാധ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഇപ്പൊ 12:01-3 മരിക്കുന്നത് രാത്രി അല്ല ഉച്ചക്ക്. പിന്നെ പിറ്റേന്ന് രാവിലേക്ക് ഒരു ദിവസമായില്ലേ, ഫ്രീസറിൽ വെച്ച് കുത്തിരിക്കല്ലേ, അതിന് അത്രേ ഉള്ളൂ സമയം. അത് പിന്നെ ഇപ്പൊ അങ്ങനെ താല്പര്യമുള്ള ആളൊന്നല്ല. ഇപ്പൊ മമ്മൂട്ടി വീട്ടിൽ വരണോ, മോഹൻലാൽ വീട്ടിൽ വരണോ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇപ്പൊ പോയിട്ട് കാണണോ, ഇവരൊക്കെ വീട്ടിലെ ഫോട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെക്കണോ, ഞാനൊരു സിനിമാ നടനാന്ന് പറയണോ, അങ്ങനെ ആൾ കൂടെ അങ്ങനെ ഒന്നും ഒരു താല്പര്യമുള്ള ആളല്ല. അപ്പൊ 3 ദിവസമൊക്കെ ഒരു ഷർട്ട് ഇടും. ഒരു ഉമ്മ വാശി പിടിച്ചിട്ട് അലക്കാനെടുക്കലാണ്. അതായത് ഉപ്പ മരിച്ചിട്ട് അന്ന് ഉച്ചയോടുകൂടി മരിച്ച ഒരു 4 മണിയോടുകൂടി അറിഞ്ഞ് എല്ലാരും നാളത്തെ ദിവസം എന്നുള്ളതാണല്ലോ ഒരു പോക്കോ. നാളെ രാവിലെ തന്നെ ചടങ്ങുകളും കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചടങ്ങുകളും കഴിഞ്ഞു,
ഓർമ്മയിലെന്നും മാമുക്കോയ എന്ന ഈ ലക്കം അവസാനിക്കുമ്പം എപ്പിസോഡിനിടയിൽ എവിടെയോ പ്രേമേട്ടൻ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം മുഴുവൻ ഒരുപോലെയുള്ള കഥാപാത്രങ്ങളാണ് ആ നടന് കിട്ടിയതെങ്കിലും ആ ഓരോ കഥാപാത്രങ്ങളെയും പ്രത്യേകം നമുക്ക് ഇന്നും തിരിച്ചറിയാൻ കഴിയുന്നു എന്നത് ആ നടന്റെ ഒരു വലിയ അഭിനയ മികവാണ് കാണിക്കുന്നത്. വ്യക്തി എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും ഒരു സാധാരണ മനുഷ്യനായി തുടർന്നുകൊണ്ട് സിനിമാ ലോകത്ത് 4 ദശകങ്ങളോളം വിരാജിച്ച ഒരു വലിയ അഭിനേതാവ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. ആൽബം സൈനിങ്. ഓർമ്മയിലെന്നും മാമുക്കോയ എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാവുമ്പോൾ മാമുക്കോയക്കയുടെ മകൻ നിസാർക്കയ്ക്ക് അമൃത ടിവിയുടെ ഒരു സ്നേഹോപഹാരം. മാമുക്കോയ എന്ന നടനെക്കുറിച്ച് പറയുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആ പേര് കേട്ടാൽ ആദ്യം ഓടിയെത്തുക ചിരി തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ചിരിക്കപ്പുറം മാമുക്കോയ എന്ന ആ വലിയ മനുഷ്യന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതയാത്രകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലൂടെ 2 എപ്പിസോഡുകളിൽ നമ്മൾ യാത്ര ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു. ഓരോ നടന്റെ കാര്യത്തിലും പറയുന്നത് പോലെ പകരം വയ്ക്കാനില്ലാത്തവരാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവരിൽ പലരും. ഓർമ്മയിലെന്നും മാമുക്കോയ എന്ന ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ലക്കത്തിൽ നമ്മളേറെ ബഹുമാനിക്കുന്ന മറ്റൊരാൾ. അങ്ങനെ സെറ്റിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഹരൻ സാർ പറയും, അത് MT നോട് ചോദിക്കണം. സോ MT സാറിൻ്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഹരൻ സാർ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ തന്നെ ഒന്നാമത് ഓൾട്ടറേഷൻ വരുത്തേണ്ടി വരില്ല. ബിക്കോസ് എവറിത്തിങ് വിൽ ബി ഓൺ ദ സ്ക്രിപ്റ്റ്. 8ാം ക്ലാസ്സിൽ അച്ഛൻ എഴുതിയ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോഴാണ് ശരിക്ക് ക്ലാസ്സിൽ ടീച്ചർമാർ നമ്മളെ നോക്കും, കൂടെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ നോക്കും. അപ്പോൾ ആദ്യം ഇതൊരു വല്ലായ്മയായിരുന്നു. പിന്നെ മനസ്സിലായി ഈ പുസ്തകത്തിലുള്ള മറ്റുള്ള എഴുത്തുകാരുടെ ഒപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു പാഠഭാഗം കൂടി ഞാൻ പഠിക്കുന്നു. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ MT സാറ് ചോദിച്ചു, ഈ താനിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എന്നുള്ളൊരു വരി അതിലുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഈ താനിയൂരമ്പലം എവിടെയാ മാഷേ എന്ന് ചോദിച്ചു. ഭാസ്കരൻ മാഷ് തിരിച്ചു, അത് വാസുവിൻ്റെ നാട്ടിൽ ഈ കുമ്പിടി ആ ഭാഗത്തുള്ള ഒരു അമ്പലമായിട്ട് തോന്നണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പക്ഷെ എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ തോന്നിയാൽ മതി, അങ്ങനെ ഒരു അമ്പലം ഇല്ല. അസുരവിത്ത് എന്നുള്ള ഒരുപക്ഷെ അത് വേറൊന്നുമല്ല, അത് സത്യത്തിൽ കാലാതീതമാണ്. അല്ല, MTയുടെ ഒരുപാട് കഥകൾ കാലാതീതമാണ്, 4 കെട്ട് മുതലുള്ള. പക്ഷെ അസുരവിത്ത് പോലെ ഒരു വർക്ക് ഒരുപക്ഷെ അസുരവിത്ത് ഇന്ന് നടക്കുന്ന കഥയായിട്ട് നമുക്ക് അവതരിപ്പിക്കാം.